നമസ്കാരം. 2 ദിവസമായിട്ട് UAE-യിലും GCC കൺട്രികളിലെല്ലാം ഇറാൻ്റെ ആക്രമണം നടക്കുകയാണ്. എല്ലാവരും ഇവിടെ പാനിക്കാണ്. അപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങളാണ്. ആരും പാനിക്കാവേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളെല്ലാം UAE ഗവൺമെൻറ്റിൻ്റെ ആയാലും ഇന്ത്യൻ എംബസിയുടെ ആയാലും എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് പെരുമാറുക. കാര്യം കൂടെ പറയാനുള്ള അഖിൽമാരാരോടാണ്. ഇന്നൊരു വീഡിയോ കാണാനിടയായി. ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു ലൈവ് ഇട്ടതാണ്. ഈ മീഡിയാസ് ഇവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച്. മാരാരെ, ഞങ്ങളും മലയാളികളാണ്. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം കൊണ്ട് പറയുകയാണ്. അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിരുന്ന ഒരാളാണ്, ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മളും മലയാളികളാണ്. ഈ പ്രവാസികൾക്ക് വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മീഡിയാസ് സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ചെറിയൊരു കല്ലേറ് വിഭാഗത്തിലും ചെരുപ്പേറ് വിഭാഗത്തിലും ആശുപത്രിയിലുണ്ടായിരുന്ന ഒരു അനാസ്ഥയിലും സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ ഇതും. ഞങ്ങളും മലയാളികളാണ്. ഒരുപാട് മലയാളികൾ ഈ GCC രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം ഇൻഫോർമേഷൻസ് കിട്ടുന്നത് ഈ മലയാളി മീഡിയാസിൽ കൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നതിനെ നിങ്ങളിങ്ങനെ ആക്ഷേപിക്കരുത് പ്ലീസ്. ഞങ്ങളെ വീടിനടുത്തോ എവിടെയെങ്കിലും ബോംബ് വീണോ മിസൈൽ പതിച്ചോ എന്ന് അറിയാൻ പറ്റുന്നത് ഈ മീഡിയാസ് വഴി തന്നെയാണ്. അപ്പോൾ അതിനെ വെറുതെ കുറ്റം പറഞ്ഞ് നിങ്ങൾ അതിനെ ഒരു പബ്ലിസിറ്റി സംഭവമായിട്ട് എടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണമായിരുന്നു, ഇതിനു മുമ്പ് നാട്ടിൽ നടക്കുന്ന ചില്ലറ കാര്യങ്ങൾക്ക് ഇവർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളത് പറയണമായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ പ്രചരിപ്പിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ടോ, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നുണ്ടോ, മലയാളികൾക്കൊന്നുമില്ല എന്ന് പറയരുത്. കാരണം അതുകൊണ്ട് ബാധിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം നമ്മളും കൂടിയാണ്. അവർ അറ്റാക്ക് ചെയ്യുന്നത് US-ൻ്റെ മിലിറ്ററി ബേസ് ആയിട്ടുള്ള ഒരു ഏരിയനെ അവർ അറ്റാക്ക് ചെയ്യുന്നത് അബുദാബിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് അടുത്താണ്. അത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ അത് നിസ്സാരവൽക്കരിച്ച് കളയരുത് പ്ലീസ്. അതിനോടൊപ്പം തന്നെ നന്ദി പറയേണ്ടത് UAE ഗവൺമെൻറ്റിനോടും നമ്മുടെ ഇന്ത്യൻ എംബസിയോടുമാണ്. പിന്നെ നാട്ടുകാരുടെ അടുത്ത് പറയാനുള്ളത് വി ഓൾ ആർ സേഫ്. നമ്മളെല്ലാവരും സേഫായിട്ടിരിക്കുന്നുണ്ട്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവെരിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും പാസ് ചെയ്യരുത്. അല്ലാതെ പാനിക്കായിട്ട് മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. ഈ ഒരു അവസരത്തിൽ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങൾ പാസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നിർദ്ദേശങ്ങൾ പാലിക്കുക. താങ്ക് യു.